ബലൂൺ ഊതുന്നു നയിക്കോ ഊത് ഊത് നോക്കട്ടെ ഊത് കുട്ടി ഊത് ആ അങ്ങനെ തന്നെയല്ലോ ഊതുന്നു ഊത് 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 ഗുഡ് ബോയ് ആണ് ശരി ഗുഡ് ബോയ് ആണ് ഇനി അടുത്ത് പീപ്പി ഊതണം ആ നന്നായി ഊത് നല്ല കുഞ്ഞാ ശരി ഊതണതാ ഇങ്ങനെ വെച്ച് ഇതാ റൗണ്ട് റൗണ്ടായിട്ട് കൗണ്ട് വെക്കണം നമ്മള് അല്ലേ ഇങ്ങനെ ചെയ്യണം ഇതാ ഇങ്ങനെ ചെയ്യ ശിജുവിനെ ശിജുക്കുട്ടിക്ക് തേന് നക്കി തടച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഇനി മേലെ കുറേ പ്രാവശ്യം ചെയ്ത് കൊടുക്കണം ഒപ്പം ശിജുവിന് തേനും കിട്ടും. നാവ് നമ്മുടെ ഇഷ്ടപ്രകാരം വളഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവ് ഇഷ്ടമാതിരി വളഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യണത്. കുട്ടികൾക്കൊക്കെ ഇതിൽ ചെറുതൊക്കെ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ, ഇതും കിട്ടും അതുമാതിരി. ശിജു കൊണ്ട് നാക്കിൻ്റെ തലപ്പും കൊണ്ട് അതിനെ തട്ടണ് കണ്ടില്ല, ആ മുത്തിനെ നാവിൻ സൈഡിക്ക് വരും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത്തിരി തേനൊക്കെ ആക്കി കൊടുത്താൽ അവർ പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നാവിനെ മോളിക്ക് വലിച്ചു കൊണ്ടുവരും, നീട്ടിക്കൊണ്ടുവരും. ഇങ്ങനെ തേന് ഒരു സ്പൂണിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ 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 ശിജുക്കുട്ടൻ എന്താ ചെയ്യണം? തേന് നക്കുക. ശിജുക്കുട്ടനിക്ക് നല്ല സുഖം തേന് നക്കിക്കൊണ്ടേ ഇരിക്കുക. മുകളിലേക്ക് നക്കി. ശിജുക്കുട്ടിക്ക് തേന് നക്കി തടച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ. ഒപ്പം ശിജുവിന് തേനും കിട്ടും. അല്ലേ കുറേ നേരം ആ സൈഡ് കാണിച്ചു. ഇത് PVC പൈപ്പാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ചെറുത് വാങ്ങാൻ കിട്ടും. ശിജുക്കുട്ടൻ്റെ നാക്കൊക്കെ വലുതായില്ലേ, അപ്പോൾ അവനിക്ക് PVC പൈപ്പ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണ്. ഇത് നാക്കിനെ എല്ലാ ഭാഗത്തേക്കും വളയ്ക്കാനും തോണിമാതിരി ആക്കാനും നാവിനെ തോണിമാതിരി ആക്കി കൊണ്ടുവരാനൊക്കെ ഇത് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണിത്. തോണിമാതിരിയാക്കി ശിജുക്കുട്ട അങ്ങനെ തോണിമാതിരി അതിന് വളയ്ക്കണം. അവനിക്കതൊന്നും ഇഷ്ടമല്ല, നമ്മളെന്നാലും അങ്ങനെ ചെയ്യിപ്പിക്കണം. നാക്കിനെ പല ദിശയിലേക്ക് കൊണ്ടുവരണം. നാക്കിനെ പല അളവിലും വളയ്ക്കാൻ കിട്ടും. ഇതും അതേമാതിരി PVC പൈപ്പിലുണ്ടാക്കിയതാണ്. ഇത് നാവും കൊണ്ട് ഈ ബോൾ ആ മുത്തിനെ നീക്കിക്കൊണ്ടിരിക്കും. നാവ് നമ്മുടെ ഇഷ്ടപ്രകാരം വളഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവ് ഇഷ്ടമാതിരി വളഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യണത്. കുട്ടികൾക്കൊക്കെ ഇതിൽ ചെറുതൊക്കെ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ, ഇതും കിട്ടും അതുമാതിരി. ശിജു കൊണ്ട് നാക്കിൻ്റെ തലപ്പും കൊണ്ട് അതിനെ തട്ടണ് കണ്ടില്ല, ആ മുത്തിനെ നാവിൻ സൈഡിക്ക് വരും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത്തിരി തേനൊക്കെ ആക്കി കൊടുത്താൽ അവർ പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നാവിനെ മോളിക്ക് വലിച്ചു കൊണ്ടുവരും, നീട്ടിക്കൊണ്ടുവരും. ഈ നീല കളറുള്ളത് ചെറിയ കുട്ടികൾക്ക് നാവിനെ അതിലൊട്ടിട്ട് ഇങ്ങനെ വളയ്ക്കാനുള്ളതാണ്. ശിജുവിന് അത് കൊള്ളില്ല, ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ വലുത് പ്ലാസ്റ്റിക്കിൻ്റെ വലുത് അതേമാതിരി ഉണ്ടാക്കിയാണ്. നല്ല ചീകി വൃത്തിയാക്കി നെയ്സാക്കിയിട്ട് കത്തിമാതിരിയൊന്നും അല്ലാതെ നെയ്സാക്കിയാണ്. നാവിനെ അങ്ങനെ വളയ്ക്കും, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കണ്ടില്ലേ, ഇതേമാതിരി വളയ്ക്കും. നാവിനെ അങ്ങനെ വളച്ച് വയ്ക്കും. ഇനി ഇങ്ങനെ ആക്കിയിട്ട് താഴേക്ക് വളയ്ക്കും. അത് ലോക്കുമാതിരി പെടുവരും നാവ്. അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വളയ്ക്കും. ലോക്കുമാതിരി ഇട്ടിട്ട് ഉള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുക. നാവിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ 4 വർഷം മുമ്പാണ് ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയത്. അതിന്
ശേഷമാണ് ശുചിക്കുട്ടിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ടൂൾസുകൾ വാങ്ങി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ അവൻ്റെ നാവിലുണ്ടാക്കിയെടുക്കാൻ കിട്ടും. ശുചിക്കുട്ടൻ ഇതിലേക്ക് ചവച്ച് ദേഷ്യം വരുമ്പോൾ കടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ചവച്ച് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്ത ശേഷം നാവിൽ പിടിച്ചിട്ട് ഇതേമാതിരി പിടിച്ചിട്ട് നാവിനെ ഒരു 5 പ്രാവശ്യം മുന്നോട്ടും പിന്നോട്ടും അതേമാതിരി 2 സൈഡിക്കൊക്കെ വളയ്ക്കണം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മളുടെ നാക്കിൽ ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കണം. എന്നാലാണ് അതും കൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ വളയ്ക്കേണ്ടത്, അല്ലാണ്ട് കിട്ടിയ മാതിരി വളയ്ക്കാൻ പറ്റില്ല. അതേമാതിരിയാണ് ഈ ടൂൾസ് ഉപയോഗിക്കുമ്പോഴൊക്കെ ആദ്യം ആ ടൂൾസ് വെച്ചിട്ട് നമ്മളുടെ നാവിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചിട്ടൊക്കെ നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ കുട്ടികളുടെ നാവിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ നാവും കൊണ്ട് വേർവിട്ടൊക്കെ വരും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ആദ്യം നമ്മുടെ നാവിൽ എത്ര വളച്ചു കഴിഞ്ഞ് എത്ര വേദനയ്ക്കും എത്ര ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് കുട്ടികൾ ആദ്യമൊന്നും സമ്മതിക്കില്ല. പിന്നെ കുറേ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ അതിലേക്ക് വരും. 2 ഭാഗത്തേക്കും 5 പ്രാവശ്യം ആക്കുക. അതേമാതിരി മുന്നോട്ടും മേപ്പിട്ടും താഴേക്കും. കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ അവൻ്റെ നാക്കിന് വലിക്കാൻ നോക്കിയാൽ അവന് ഉള്ളിക്ക് വലിച്ചുകൊണ്ടിരിക്കും നാവിനെ. അപ്പം നാവ് നല്ല ബലമായിരിക്കും അവൻ ഉള്ളിക്ക് വലിക്കണ കാരണം. കവിളൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. കവിളൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് അവർക്ക് വളരെ ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതേമാതിരി ആദ്യം നമ്മൾ മെഴുകുതിരിയ ഊതേണ്ടത്. അത് ഊതി അതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്താൽ പിന്നെ വിസിലൂതും. വിസിലൊക്കെ ഊതി പ്രാക്ടീസ് ആയാലാണ് പിന്നെ ഇങ്ങനെയുള്ള പീപ്പികൾ ഊതുക. അപ്പോഴത് ഊതാൻ കിട്ടുള്ളൂ. മെഴുകുതിരി ഊതിയാൽ തന്നെ ചെറിയ കുട്ടികൾക്കൊന്നും ഊതിയാൽ കിട്ടില്ല. പിന്നെ അങ്ങനെ സർവീസായി കുറച്ചാകുമ്പോഴാണ് വിസിലൂതുക. വിസിലൂതിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പീപ്പികളൊക്കെ ഊതാം. ഇത് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ നന്നായി പുറത്ത് വരാനും ഒക്കെ സഹായിക്കും. ശ്വാസകോശത്തിൽ നിന്ന് എയർ ആ കാറ്റ് പുറത്ത് വരുന്നതിനെയാണ് നമ്മൾ സൗണ്ടാക്കി എടുക്കുന്നത്, വോക്കൽ കോഡ്. അതിനാണ് നമ്മൾ ഈ ഊത്തലൊക്കെ നടത്തുന്നത്. അവിടെ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന സൗണ്ടിനെ വോക്കൽ കോഡ്, തൊണ്ടയിലുള്ള വോക്കൽ കോഡുകൾ അതിനെ പ്രകമ്പനം ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കുന്നത്. അതിനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സമ്മാനം കൊടുക്കണം അവർക്ക്, കുട്ടികൾക്ക്. എന്നാലാണ് അവരതിൽ നിൽക്കുകയുള്ളൂ. ശുചിക്കുട്ടൻ്റെ ഉമ്മ തന്നെയാണ് ഇത്ര കാലം പിന്നെ ഈ ഇങ്ങനത്തെയുള്ള പഠിപ്പുകളും ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ ശുചിക്കുട്ടൻ്റെ ഉമ്മാൻ്റെ ഡ്യൂട്ടിയാണ്. ഉമ്മ പറഞ്ഞാലേ ശുചിക്കുട്ടൻ പഠിക്കാനൊക്കെ നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഞാൻ ബാക്കി കാര്യത്തിന് എന്നെ ശുചിക്കുട്ടനൊക്കെ ഇത്തിരി എളുപ്പമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അവർക്ക് സമ്മാനം കൊടുക്കണം. അപ്പോൾ ശുചിക്കുട്ടൻ്റെ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞ ഉടനെ അത് വാങ്ങി തിന്നു. അത് കഴിഞ്ഞ ഉടനെ ഒക്കെ അത് മതിയാക്കി എല്ലാം എടുത്തു വയ്ക്കാൻ പറഞ്ഞു. ഇനി അവൻ നിൽക്കില്ല. സമ്മാനം കിട്ടിയപ്പോൾ ഞാൻ അവൻ നിൽക്കില്ല ഒന്നിനും. അപ്പോൾ ഇവർക്ക് സമ്മാനം, പ്രോത്സാഹന സമ്മാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലാത്ത സമയത്തൊന്നും വെറുതെ എടുത്താൽ കിട്ടുന്ന മാതിരി അവൻ്റെ സൗകര്യത്തിന് സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അവന് കിട്ടും. ഓക്കെ, താങ്ക് യു.